എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൻഡിക്സിന്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അത് ഒരു പെൺകുട്ടിയോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ വെർജിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്താ പറയാ? ഓഹോ ഹോ ഹോ ഹോ. അതുപോലെ തന്നെ നമ്മളെ ശരീരഭാഗങ്ങൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സർജറി ചെയ്ത് അതൊക്കെ തുറന്ന് പറയേണ്ട ഒരു ആവശ്യം, അത് അംഗീകരിക്കുന്ന ആൾക്കാർ അംഗീകരിച്ചാൽ മതി. അത് ഞാൻ ഇന്ന സർജറിയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന സർജറിയാണ് ചെയ്തുള്ളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. രഞ്ജുവിന് ഞാൻ കുറേ കമന്റ് ബോക്സിൽ കണ്ടു. കാരണം എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, നീ സർജറി കഴിഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതുന്നതും അത് എന്നെ ആൾക്കാർ ടാഗ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അതാ നിന്റെ വിഷമം അല്ല? എന്നിട്ട് ഞാൻ രഞ്ജുവിന് ഓൾറെഡി എന്റെ കോൺടാക്ട് ഉള്ള ആളാണല്ലോ, നമുക്ക് വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു എന്താണ് ജാസി ഏത് സർജറിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. നല്ല കട്ടിയാണല്ലേ. ഞാൻ എന്തിനു പറയണം, ഇവിടെ കുറേ ട്രാൻസ്പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട്. ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? പരമനാറി പൊട്ടന്മാര്, കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ ഒന്ന് ജനിച്ചു. ഞാൻ പോയിട്ട് നാളെ വരാം.